കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചുവെന്ന് കോൺഗ്രസിന്റെ പരാതി. CPM ജില്ലാ നേതൃത്വത്തിലെ 3 പേരുമായി RSP കൊല്ലം സൗത്ത് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തി. കൂടിക്കാഴ്ച ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. ഡീൽ നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞുവെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് ഏപ്രിൽ 6 രാത്രിയാണ് RSP പ്രാദേശിക നേതാക്കൾ CPM നേതാക്കളുമായി ചർച്ച നടത്തിയത്. RSP കൊല്ലം നോർത്ത് ലോക്കൽ സെക്രട്ടറി സദു പള്ളിത്തോട്ടത്തിന്റെ നേതൃത്വത്തിൽ 7 പേരാണ് സ്വകാര്യ ഹോട്ടലിൽ വെച്ച് CPM നേതാക്കളെ കണ്ടത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി അംഗം എന്നിവരാണ് പങ്കെടുത്തത്. UTUC ജില്ലാ നേതാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ചർച്ച എന്നതാണ് കോൺഗ്രസിന്റെ പരാതി. ഇവരുടെ വലിയ നേതാവ് പറഞ്ഞ അനുസരിച്ച് CPM നേതാക്കളെ ബോധ്യപ്പെടുത്താനാണ് ഇവരൊക്കെയാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് ഡീലിന്റെ ഭാഗമായിട്ട് ബോധ്യപ്പെടുത്താനാണ് ഇവരെല്ലാം ഹോട്ടലിൽ പറഞ്ഞു വിട്ടത്. ഈ വിവരം 6-ാം തീയതി രാത്രി 8:45 തൊട്ട് 9:30 വരെയാണ് ഇവരവിടെ യോഗം കൂടിയത്. കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് ലോക്കൽ സെക്രട്ടറിയെ ചുമതലകളിൽ നിന്നും മാറ്റി. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് തേടുക മാത്രമാണെന്നും അത് താൻ ചെയ്തുവെന്നും ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് ചോദിക്കുക, വോട്ട് പിടിക്കുക, ഞാൻ അത് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് CPM നേതാക്കൾ തയ്യാറായില്ല. ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ചർച്ച നടത്തിയതെന്ന കോൺഗ്രസിന്റെ ആരോപണം CPM നിഷേധിക്കുന്നു. തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് നടന്ന ഈ ചർച്ച UDFന്റെ സാധ്യതകളെ ജില്ലയിൽ എങ്ങനെ ബാധിച്ചുവെന്നറിയാൻ ഫലം വരുന്നതുവരെ കാത്തിരിക്കാം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.